ഓട്ടിസം ബാധിച്ച ആൾക്കാരെ കൊണ്ട് ഒരു സീക്രട്ട് ഏജൻസി റൺ ചെയ്യാൻ പറ്റുമോ? ഓട്ടിസം ബാധിച്ചതെന്നല്ലേ പറഞ്ഞത്? അതെ, ഓട്ടിസം ബാധിച്ച ആൾക്കാരെ കൊണ്ട് നമ്മുടെ ഇസ്രായേൽ ഗവൺമെൻറ് അവരുടെ സീക്രട്ട് ഏജൻസി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇസ്രയേലും ഇറാനും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിൻ്റെ മേലിൽ യുദ്ധ ബോംബുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. അതൊക്കെ പോട്ടെ, അതിനിടയ്ക്ക് പാകിസ്ഥാൻ പറയുന്നു ഒരാവശ്യവുമില്ലാതെ നമ്മുടെ ഇന്ത്യയിലേക്ക് ന്യൂക്ലിയർ ബോംബ് ഇടുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂസ് അറിയട്ടെ. സോ ഐ ആം ജോസ് പ്രകാശ്, വെൽക്കം ടു JP's വേൾഡ്. ബീജി ഒന്നുമില്ല കേട്ടോ. എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ന്യൂക്ലിയർ ബോംബിനെ കുറിച്ചുള്ള ഒരു ന്യൂസിലേക്ക് കിടക്കാം. അതായത് നമ്മുടെ ഇറാനിൽ നെതാൻസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഈ നെതാൻസ് എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് ഈ പറഞ്ഞ പോലെ ഇസ്രയേൽ ഇന്നലെ അറ്റാക്ക് ചെയ്യുകയും അവിടെ ഒത്തിരി കാഷ്വാലിറ്റീസ് ഉണ്ടാവുകയും ചെയ്തു. പകരം ഇറാൻ നോക്കിയിട്ട് ചുമ്മാ ഇരിക്കത്തില്ലല്ലോ. ഇറാനും അറ്റാക്ക് ചെയ്തു. ഈ പറഞ്ഞ പോലെ ഡെമോൺ എന്ന് പറഞ്ഞ ന്യൂക്ലിയർ ഫെസിലിറ്റീസിന് മേലിൽ ഇറാൻ അറ്റാക്ക് ചെയ്തതിൽ 100-ൽ പരം കാഷ്വാലിറ്റീസാണ് ഇന്നലെ ഉണ്ടായത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പോലെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിലേക്ക് അറ്റാക്ക് ചെയ്യുന്നത് ഇനി ചിലപ്പോൾ ഒരു ന്യൂക്ലിയർ വാറിലേക്ക് നയിച്ചെന്ന് വരാം. അപ്പോൾ നമ്മൾ നോക്കുന്ന പോലെ ഇറാൻ്റെ കയ്യിൽ ഈ പറഞ്ഞ പോലെ ന്യൂക്ലിയർ ബോംബൊന്നും ഇല്ലല്ലോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടല്ലോ. പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 460 കിലോ എൻറിച്ച്ഡ് യുറേനിയം ആരുടെ കയ്യിലുണ്ട്? ഇറാൻ്റെ കയ്യിലുണ്ട്. അതും 60% എൻറിച്ച്ഡ് യുറേനിയമാണ് ഈ പറഞ്ഞ പോലെ ഇറാൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന പോലെ 90% എൻറിച്ച്ഡ് യുറേനിയം വന്നാലല്ലേ അതൊരു ന്യൂക്ലിയർ ബോംബ് ആകുമെന്നല്ലേ? പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ 60% വെച്ചിട്ട് ഒരു ഡേർട്ടി ബോംബ് ആർക്കുണ്ടാക്കാം? ഇറാനുണ്ടാക്കാം. അങ്ങനെ ഈ ഉണ്ടാക്കുന്ന ഡേർട്ടി ബോംബിന് അണുബോംബിൻ്റേതായ ഒരു പ്രഹരണശേഷി ഉണ്ട്. അതാണ് സത്യം. അപ്പോൾ ഈ ഒരു ന്യൂസ് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇന്നലെ നമ്മുടെ പാകിസ്ഥാൻ്റെ ഹൈ കമ്മീഷണർ ഒരു ന്യൂസ് പുറത്തുവിട്ടു. അതായത് ആ ന്യൂസ് പുറത്തുവിടാൻ ഒരു റീസണും കൂടിയുണ്ട്. ആദ്യം നമുക്ക് ആ റീസൺ എന്നാന്ന് നോക്കാം. അതായത് റീസൺ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇറാനെയാണ് നമ്മുടെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു മുസ്ലിം കൺട്രി ആയതുകൊണ്ടും ന്യൂക്ലിയർ പവേർഡ് ആകാൻ നിൽക്കുന്നത് കൊണ്ടുമാണ് ഇറാനെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തത്. അപ്പം അടുത്ത അറ്റാക്ക് ആർക്ക് നേരെയാണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനെതിരെ ആയിരിക്കും. അത് പാകിസ്ഥാൻ നന്നായിട്ട് അറിയാം. അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ പാകിസ്ഥാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇസ്രായേലും ഈ പറഞ്ഞ US-ഉം ഇനി ഞങ്ങളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലുള്ള ന്യൂക്ലിയർ ബോംബ് എടുത്ത് ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കുമെന്നാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഹൈ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത്. ഈ പൊട്ടനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ US-ൻ്റെ ഏതെങ്കിലും മിലിറ്ററി ബേസ് ഉണ്ടോ? പോട്ടെ, ഇസ്രായേലിൻ്റെ ഒരു മിലിറ്ററി ബേസ് ഉണ്ടോ? അതും ഇല്ല. അതാണ് ഈ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവർക്ക് സത്യം പറഞ്ഞാൽ ഒരു ബോധവും ഇല്ലാതെ ഇങ്ങനെ പറയും. എന്ത് ചെയ്താലും ഈ പറഞ്ഞ പോലെ ഇന്ത്യ അറ്റാക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ പാകിസ്ഥാൻ ആദ്യം അവരുടെ നാട്ടിലുള്ള ജനങ്ങളെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ന്യൂസൊക്കെ നമുക്ക് വിടാം. ഇവർക്കുള്ളത് മറുപടി എന്തായാലും ഇന്ത്യ കൊടുത്തോളും. അപ്പോൾ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ അത് വായിച്ചപ്പോൾ അതിൻ്റെ കുളിര് പോരിപ്പില്ല. അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു സീക്രട്ട് ഏജൻസിയെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇസ്രായേലിൻ്റെ മൊസാഡ് എന്ന് പറഞ്ഞൊരു സീക്രട്ട് ഏജൻസിയെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം, ലോകത്തിൽ തന്നെ ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടൊരു സീക്രട്ട് ഏജൻസി ഉണ്ടെങ്കിൽ അത് മൊസാഡാണ്. ഈ മൊസാഡ് പോലെ തന്നെ അവിടെ വേറൊരു സീക്രട്ട് ഏജൻസി ഉണ്ട്, ആമേ എന്ന് പറഞ്ഞൊരു സീക്രട്ട് ഏജൻസി ഉണ്ട്. അവരുടെ ഒരു യൂണിറ്റാണ് ഈ പറഞ്ഞ പോലെ 9700. അതായത് നോക്കയുടെ 9700 എന്ന് പറഞ്ഞ ഫോണല്ല, ഒരു യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ 9700 എന്ന് പറഞ്ഞത് പേര് മാറ്റി 9900 എന്നാക്കി. കാര്യം പറയാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 1-2 കാര്യങ്ങൾ കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം ആദ്യം ഈ സീക്രട്ട് ഏജൻസിയിൽ എന്തൊക്കെ വർക്കാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ സീക്രട്ട് ഏജൻസി വർക്ക് ചെയ്യുന്നത് ആരാണെന്നും കൂടെ നോക്കണം. ഇവിടെ വർക്ക് ചെയ്യുന്നവർ ഓട്ടിസം ബാധിച്ചവരാണ്. ഓട്ടിസം ബാധിച്ചെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബുദ്ധിക്ക് മന്ദീഭവിച്ചവരാണ് ഈ പറയുന്ന പോലെ അവിടെ ജോലി ചെയ്യുന്നവർ. അപ്പം അതിനു മുമ്പ് ഇവിടെ എന്തൊക്കെ വർക്കാണെന്ന് നോക്കാം. ഇവിടെ വർക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ സീക്രട്ട് ഏജൻസി ആയതുകൊണ്ട് തന്നെ ചില ആൾക്കാരുടെ ഫോൺ ടാപ്പ് ചെയ്യുക, അതായത് അവിടുന്ന് സംസാരിക്കുന്ന ആൾക്കാരെ ടാപ്പ് ചെയ്ത് ആ പറയുന്ന ഇൻഫർമേഷൻസ് ഈ പറയുന്ന ഗവൺമെൻറ്റിനെതിരാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മൊസാഡിന് കൊടുത്ത് അവർ അറ്റാക്ക് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ മെസ്സേജസ് കാര്യങ്ങൾ നോക്കി വേണ്ട കാര്യങ്ങളും ഇൻഫർമേഷനും ഈ പറഞ്ഞ പോലെ മൊസാഡിന് കൊടുക്കുകയാണ് ഈ സീക്രട്ട് ഏജൻസിയുടെ ഒരു ഉപയോഗം, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന യൂണിറ്റിലാണ് ഈ പറഞ്ഞ പോലെ വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു വിങ്സ് ഉള്ളത്. അപ്പം ഈ വിഷ്വൽ ഇൻ്റലിജൻസ് വിങ്ങിലേക്കാണ് ഈ പറഞ്ഞ ഓട്ടിസം ബാധിച്ച ആൾക്കാരെ കൊണ്ടിരുത്തുന്നത്. അപ്പം ഇവരെ കൊണ്ട് എന്ത് പ്രയോജനമെന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്? അത് പറഞ്ഞത്, അതായത് ഈ പറഞ്ഞ ഓട്ടിസം ബാധിച്ച ആൾക്കാർക്ക് ഈ വിഷ്വൽ ഇൻ്റലിജൻസ് കൂടുതലായിരിക്കും. അതായത് അവർ കാണുന്ന കാര്യങ്ങൾക്ക് ഭയങ്കര ഡീറ്റെയിലിംഗ് അവർക്കുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്നുമില്ല കേട്ടോ,
ചുരുക്കം ചിലർക്ക് മാത്രം. അപ്പം ഈ പറഞ്ഞ ഓട്ടിസം ബാധിച്ചവർക്ക് ഇവർ ട്രെയിനിങ്ങും കാര്യങ്ങളും ആര് കൊടുക്കും? മൊസാഡ് കൊടുക്കും. അപ്പോൾ മൊസാഡ് കൊടുത്തിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സാറ്റലൈറ്റ് വ്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ സ്ക്വയർ ഷേപ്പിലിരിക്കുന്നത് ഒരു വീടാണെന്നും ഇതൊരു ഫ്ലൈറ്റ് ആണെന്നും ഇവിടെ ഒരു കിണറുണ്ടെന്നും ഉള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ മൊസാഡ് ഇവർക്ക് ട്രെയിനിങ് ആയിട്ട് കൊടുക്കും. അതിനുശേഷം ഇവർ കൊണ്ടുവന്ന് ഈ പറഞ്ഞ ഒരു ഫീൽഡിലിരിക്കും. അപ്പം ഒരു സാറ്റലൈറ്റ് വ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു പോലെ ഇരിക്കും, നാളെ വേറെ ആയിരിക്കും. കാരണം ഇന്നിപ്പോൾ ഞാനിവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ നാളെ അവിടെ ഒരു കിണർ കുത്തിയിരിക്കട്ടെ, അപ്പോൾ ഒരു കിണറും കൂടെ വന്നില്ലേ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം അവിടെ ഉണ്ടാകും. അപ്പം ഈ പറയുന്ന ഓട്ടിസം വന്നവർക്ക് ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഒരു കമ്പ്യൂട്ടറിനേക്കാളും വേഗത്തിൽ ഇവരിത് ചെയ്യും. അതായത് 1997 കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്രത്തോളം സ്പീഡ് ചെയ്യുന്നത് കൊണ്ട് ഇവരെ കൊണ്ട് ഈ പറഞ്ഞ പോലെ ജോലിക്ക് ഇരുത്തി. അപ്പോൾ ആ ഒരു ഇൻ്റലിജൻസ് വെച്ചിട്ട് ഈ ഇറാൻ എവിടെയൊക്കെ തുരങ്കങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്, എവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഗുഹകൾ സ്ഥാപിക്കുന്നുണ്ടെന്ന് ആർക്ക് ഇൻഫർമേഷൻ കിട്ടി? ഇസ്രയേലിന് ഇൻഫർമേഷൻ കിട്ടി. അതുകൊണ്ടാണ് ഇത്രയും പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് ആര് ചെയ്തത്? ഇസ്രയേൽ ചെയ്തത്. കാര്യം മനസ്സിലായോ? അതായത് ഓട്ടിസം ബാധിച്ച ആൾക്കാരെ കൊണ്ട് ഒരു ഇൻ്റലിജൻസ് വിങ് മൊത്തം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാലോ, ഇവരെ നമ്മൾ സമ്മതിക്കണം. ഇസ്രയേൽ നമ്മൾ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ പറയുന്ന പോലെ ഇവരെ കൊണ്ട്, അതായത് നമ്മൾ ഈ ലോകത്ത് ഒരു കാര്യവും ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വണ്ടർഫുൾ, അമേസിങ് തന്നെ പറയണം. ഞാൻ സത്യം പറഞ്ഞത് വായിച്ചിട്ട് എനിക്ക് ഒന്നും പറയാനില്ലായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒത്തിരിയേറെ ഞാൻ ന്യൂസുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ കാര്യങ്ങൾ വെരിഫൈ ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നത്. സോ ഈ ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം. ദിസ് ഈസ് ജോസ് പ്രകാശ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.